കണ്ണൂർ പോലെ CPM-ന്റെ ഏറ്റവും ശക്തമായ ഒരു ഘടകത്തിൽ ഇതുവരെ സംഭവിക്കാത്തതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദന്റെ ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നതിലാണ് എതിർപ്പ് ശക്തം. അനുഭാവികളും അണികളും തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. PK ശ്യാമള മത്സരിച്ചാൽ തളിപ്പറമ്പിലെ ജയസാധ്യതയെ അത് ബാധിക്കും. PK ശ്യാമളയ്ക്ക് അണികളുമായോ ജനങ്ങളുമായോ ആത്മബന്ധമില്ല എന്നതാണ്. എന്നാൽ ശ്യാമളയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് KK ശൈലജയ്ക്ക് മുമ്പേ സംഘടനാ പ്രവർത്തനം തുടങ്ങിയതാണ്. PK ശ്യാമള SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി, പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും CPM ജില്ലാ കമ്മിറ്റിയിലും എത്തി. അങ്ങനെയൊരു നേതാവിനെ മത്സരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ശ്യാമളയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഒരു മണ്ഡലമെന്ന നിലയിലാണ്. 2021 MV ഗോവിന്ദൻ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ അതിനു മുൻപ് 2016 ജെയിംസ് മാത്യു 40,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരന് 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും തളിപ്പറമ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDFനാണ് മുൻതൂക്കം. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു മത്സരം വന്നാൽ ഒരുപക്ഷെ LDFന് അത് തിരിച്ചടി ഉണ്ടാക്കും. അത് മുന്നിൽ കണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് ഇപ്പോൾ CPM-ൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും PK ശ്യാമളയെ മാറ്റാൻ സാധ്യതയില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ പേരാവൂർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന KK ശൈലജയ്ക്കും തൻ്റെ സ്ഥാനാർത്ഥിത്വം പേരാവൂരിലേക്ക് മാറ്റിയതിൽ അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തീരുമാനമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെയൊന്നും ഇങ്ങനെയൊരു അതൃപ്തി പാർട്ടിക്കുള്ളിൽ അണികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ശക്തമായ അതൃപ്തി ഉണ്ടാകുമ്പോഴും പാർട്ടിയുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.